അനശ്വരന്മാരായ എല്ലാ ആത്മാക്കൾക്കും നമസ്കാരം. പുനർജന്മ ചക്രങ്ങളിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ജീവിത പ്രയാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ജീവിതമെന്ന സങ്കീർണമായ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സമചിത്തതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ശോഭനീയമായിരിക്കും, ഇതും നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന ഘടകം, സമചിത്തതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ആ വ്യക്തിയുടെ മരണവും ശോഭനീയമായിരിക്കും, മരണാനന്തരവും ശോഭനീയമായിരിക്കും. അവിടെയും ഒരൽപ്പം പോലും ആ ആത്മാവ് പതറുകയില്ല. ഗീതയിൽ പറയുന്നു, ദേഹിനോസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി. എങ്ങനെയാണോ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ശരീരം പരിവർത്തനം സംഭവിച്ചുകൊണ്ട് വന്നത്, അതുപോലെ വാർദ്ധക്യത്തിൽ നിന്ന് ഒരു മരണത്തിലൂടെ വീണ്ടും ഒരു ശൈശവത്തിലേക്ക് ആത്മാവ് കടക്കുകയാണ്. അപ്പോൾ ആത്മാവ് ജരാനരകൾ ബാധിച്ച തന്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ഒരു ശരീരത്തെ ധരിക്കുന്ന ഈ പ്രതിഭാസം, മരണം, സമചിത്തതയുള്ള ഒരാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഇതിൽ പരിഭ്രമിക്കുന്നില്ല. മരണത്തിൽ ആത്മബോധമുള്ളവൻ പരിഭ്രമിക്കുന്നില്ല. ദേഹബോധത്തിൽ ജീവിക്കുന്നവർക്കാണ് മരണം ഭീതിജനകമായ ഒരു പ്രതിഭാസമായി മാറുന്നത്. അതെന്തുകൊണ്ടാണ്? മരണത്തിന് ശേഷം എനിക്കെന്തു സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അജ്ഞത കാരണത്താൽ മരണം ഭീതിജനകമായ ഒരു കാര്യമായി ദേഹബോധത്തിൽ ജീവിക്കുന്നവർക്ക് തോന്നുന്നു. ഭഗവാൻ പറയുന്നു, ഏതൊരുവൻ ആത്മബോധത്തിൽ ജീവിതം ആരംഭിക്കുന്നുവോ അവന് മരണം പോലും പരിഭ്രമമില്ലാത്ത ഒന്നായി മാറുന്നു. ജീവിതത്തിൽ തെല്ലും പരിഭ്രമമില്ല, മരണത്തിൽ ഒട്ടും. ഇവിടെ നമ്മൾ വളരെ ഗാഢമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജനനവും നമ്മുടെ മരണവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ രണ്ടറ്റങ്ങൾ, ജനനവും മരണവും, അത് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ രണ്ട് പ്രതിഭാസങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ശരീരത്തെ ധാരണ ചെയ്ത് ഈ ഭൂമിയിൽ ആദ്യമായി തല കാണിക്കുന്ന ദിവസം. അതായത് ഈ ശരീരത്തിലൂടെ നമ്മുടെ മുഖം ആദ്യമായി ഭൂമിയിൽ പ്രകടമാകുന്ന ദിവസം. എത്ര സങ്കീർണമായ പ്രക്രിയകളിലൂടെ ഒരാത്മാവ് ശരീരത്തെ സ്വീകരിച്ച് ഒരു ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നമുക്ക് ആരുണ്ട് സഹായിക്കാൻ? അവിടെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ ജന്മത്തിൽ നമ്മൾ നിസ്സഹായരാണ്. അവിടെ ഒരു മനുഷ്യക്കുട്ടിയുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും നമ്മുടേതായ വിഷമങ്ങൾ പറയാനും നമുക്ക് പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ ഭൂമിയിലേക്ക് പൊരുത്തപ്പെടാനെടുക്കുന്ന നമ്മുടെ സങ്കീർണമായ പ്രതിഭാസങ്ങൾ ആരും അറിയുന്നില്ല. അവിടെ നമുക്ക് കൂട്ടായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനന സമയത്ത് വളരെ സങ്കീർണമായ പ്രതിഭാസമാണ്. അതിന് കൂട്ടുകാരൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മരണം മറ്റൊരു സങ്കീർണമായ പ്രതിഭാസം. മരണം എന്ന പ്രതിഭാസത്തിലേക്ക് നമ്മൾ അടുക്കും തോറും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും നമ്മൾ അകലുകയാണ്. എന്താണ് മരണം? പറഞ്ഞില്ലേ, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മരണം. അത് നമ്മൾക്ക് മനസ്സിലായി. എന്നാൽ എങ്ങനെ നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നു? ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് പതുക്കെ പതുക്കെ വേർപെടാൻ ആരംഭിക്കുന്നു. അർത്ഥം, പഞ്ചേന്ദ്രിയങ്ങൾ അവയുടെ കർത്തവ്യങ്ങളെ പിൻവലിക്കാൻ തുടങ്ങുന്നു. നമ്മൾക്ക് കേൾവി കുറഞ്ഞു കുറഞ്ഞു വരികയും കാഴ്ച മങ്ങി മങ്ങി വരികയും സ്പർശന ശേഷി നഷ്ടപ്പെട്ടു വരികയും രുചി, ഗന്ധം എന്നീ അനുഭവങ്ങളെല്ലാം സമാപ്തമാവുകയും ചെയ്യുന്നു. ഈ ശരീരത്തിന്റെ പഞ്ചഭൂതങ്ങൾ ജഡാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആത്മാവ് അതിൽ നിന്നും പിൻവലിയേണ്ട സമയമാവുകയാണ്.
പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. അതുമൊരു അതിസങ്കീർണമായ പ്രതിഭാസമാണ്. ആ സമയത്തും നമുക്ക് ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ആരുമില്ല. അപ്പോഴും നമ്മൾക്ക് കൂട്ടുകാരൻ ഈശ്വരൻ മാത്രം. നമ്മുടെ ജനനത്തിലും നമുക്ക് കൂട്ടുകാരൻ ഈശ്വരൻ, നമ്മുടെ മരണത്തിലും നമ്മുടെ കൂട്ടുകാരൻ ഈശ്വരൻ. ഇതിലും വലിയ ഒരു കാര്യവും നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. നമ്മുടെ ജനനവും നമ്മുടെ മരണവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളാണ്. ഇതിലൊരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഈശ്വരന്റെ സഹായം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ അതിനിടയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലാണോ നമ്മൾക്ക് പരസഹായം ആവശ്യമായിട്ടുള്ളത്? ഇത് രണ്ടും ഒരാളുടെയും പരസഹായമില്ലാതെ നമ്മളും ഈശ്വരനും മാത്രം അറിയുന്ന ഈ രണ്ട് അതിസങ്കീർണമായ പ്രതിഭാസങ്ങൾ നമ്മൾക്ക് തരണം ചെയ്യാമെങ്കിൽ അതിനിടയിലുള്ളതും ഈശ്വരന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവിച്ചു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിനെത്ര പരിഭവം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കംപ്ലൈന്റാ ചിലർക്ക്. മിണ്ടിയ കംപ്ലൈന്റ്, മിണ്ടാതിരുന്നാലും കംപ്ലൈന്റ്, ചിരിച്ചാൽ കംപ്ലൈന്റ്, ചിരിക്കാതിരുന്നാലും കംപ്ലൈന്റ്. അപ്പോൾ ഈ ജീവിതത്തിനിടയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സമസ്യകളിൽ നമ്മൾ എത്രയാണ് മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുന്നത്? ഈശ്വരന്റെ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ ചേരുകയാണെങ്കിൽ ജനനവും മരണവും തരണം ചെയ്യുന്ന നമ്മൾക്ക് ജീവിതവും അതിസഹജമായി തരണം ചെയ്യാം. ജനന മരണ ചക്രങ്ങളിലൂടെയുള്ള നമ്മുടെ സഞ്ചാരത്തിൽ എന്നത്തെയും കൂട്ടുകാരനായി നമ്മൾ ഈശ്വരനെ ചേർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പ്രകൃതിയും പുരുഷനും പരമപുരുഷനും, ഈ മൂന്ന് ഭാഗങ്ങളിലെ പരമപുരുഷൻ അഥവാ ഈശ്വരൻ എന്നുള്ള ആ പ്രതിഭാസത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ യോജിപ്പിക്കേണ്ട സമയം ഇപ്പോഴായിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ ജന്മത്തിലും മരണത്തിലും ഈശ്വരൻ കൂട്ടുകാരനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈശ്വരൻ കൂട്ടുകാരനായിരിക്കണം. അത് നമ്മുടെ കടമയാണ്. ഈശ്വരനുമായി നമുക്കെന്താണ് ബന്ധം? ഈശ്വരൻ നമ്മുടെ ആരാ? ഇത് മനസ്സിലാക്കുമ്പോഴേ ജീവിതത്തിൽ ഈശ്വരൻ നമ്മുടെ കൂടെ എന്തിനാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈശ്വരൻ ആരാ? ദൈവം. ദൈവം ആരാ? ഭഗവാൻ. ഇങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് കാണുന്നത്. എന്നാലും നമ്മുടെ ആരുമല്ല. ദൈവം ഭഗവാനാണ്, ഭഗവാൻ ഈശ്വരനാണ്. നമ്മുടെ ആരാണ്? ഇത് ചിന്തിക്കണം. നമ്മളുമായിട്ട് എന്ത് റിലേഷനാണ് ഈശ്വരനുള്ളത്? നമ്മളുമായി ഒരു റിലേഷനുമില്ലാത്ത ഒരാളുമായും നമുക്കൊരു തരത്തിലുള്ള സമ്പർക്കവും ആവശ്യമില്ല. ഒന്നുകിൽ ജോലിയുമായുള്ള റിലേഷൻ, അല്ലെങ്കിൽ കുടുംബവുമായുള്ള റിലേഷൻ, എന്തെങ്കിലും ഒരു ബന്ധം നമ്മളുമായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യൽ പോലുമില്ല. അപ്പോൾ ഈശ്വരനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊന്ന് പരിഗണിക്കണമെങ്കിൽ ഈശ്വരനുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ ഉദ്ധരിക്കാം. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത്. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. അങ്ങ് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും. ആരുടെ? എൻ്റെ. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയോ? ചിന്തിക്കണ്ടേ? അങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഈശ്വരനോട് വെറുതെ പറയുക? വെറുതെ ഈശ്വരനെ സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടി പറയുകയാണോ? നമ്മൾക്കൊരച്ഛനും അമ്മയും വീട്ടിലിരിക്കെ നമ്മൾ എന്തർത്ഥത്തിലാണ് ഈശ്വരൻ നമ്മുടെ അച്ഛനും അമ്മയുമാണെന്ന് പറയുന്നത്? അങ്ങൻ്റെ അച്ഛനാണ്, അങ്ങൻ്റെ അമ്മയാണ്, അങ്ങൻ്റെ ബന്ധുവാണ്, സഖാവാണ്, അങ്ങാണെല്ലാം. എന്താണ് ഇതിന്റെ അർത്ഥം? ഈശ്വരൻ എങ്ങനെ നമ്മുടെ അച്ഛനാകുന്നു? ആത്മബോധത്തിലേക്ക് ഉണരുമ്പോൾ മാത്രമാണ് നമ്മൾക്കത് തിരിച്ചറിയുന്നത്. ഈശ്വരൻ ശരീരത്തിന്റെ അച്ഛനല്ല, ആത്മാവിന്റെ അച്ഛനാണ്. ശരീരത്തിന് ജന്മം നൽകിയത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ശാരീരിക മാതാപിതാക്കൾ. അവർ ശരീരത്തിന് ജന്മം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ മാതൃഗർഭത്തിലുള്ള ഒരു ശരീരം ഒരു വ്യക്തിയായി മാറുന്നത് എപ്പോഴാണ്?
അതിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോഴാണ്. അത് പുറമെ നിന്ന് വന്ന് പ്രവേശിക്കുന്നതാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കി. ആ വന്ന് പ്രവേശിക്കുന്ന ചൈതന്യസത്തയായ ആത്മാവായ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ. അല്ലാതെ ഈ ശരീരത്തിന്റെ അച്ഛനും അമ്മയുമല്ല. യഥാർത്ഥ നമ്മുടെ അച്ഛനും അമ്മയും ഈശ്വരനാണ്. അതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. അങ്ങ് തന്നെയാണ് അച്ഛനും അമ്മയും. അതെല്ലാവർക്കും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആത്മാക്കൾക്കും അച്ഛനും അമ്മയും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈശ്വരനെ നമ്മൾക്ക് നമ്മുടെ അച്ഛനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ ഈ മന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അച്ഛനെന്ന് പ്രകീർത്തിക്കും. പിന്നെ നമ്മൾ പേരുകൾ പോലും അങ്ങനെ വിളിക്കും. വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛൻ എന്ന പദം ചേർത്തിട്ടാണ് പല പേരുകളും നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മ, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, മാളികപ്പുറത്തമ്മ, അമ്മ, അച്ഛൻ എന്നീ രണ്ട് പദങ്ങളും നമ്മൾ എവിടെ ആരാധനയുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾക്ക് അമ്മയായി, അച്ഛനായി സ്വീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ഛന് നൽകുന്ന സ്ഥാനം നൽകാൻ, ഒരമ്മയ്ക്ക് നൽകുന്ന സ്ഥാനം നൽകാൻ നമ്മൾ സന്മനസ് കാണിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ബന്ധം അകന്നുപോയത്? എന്തുകൊണ്ട് ഈ ബന്ധം നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ? നമ്മൾക്ക് ഈശ്വരനെക്കുറിച്ചുള്ള അജ്ഞതകൾ കാരണത്താൽ ഈശ്വരനെ നമ്മുടെ പരമബന്ധുവായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിന് കാരണം അജ്ഞതയാണ്. ഈ അജ്ഞത എങ്ങനെയാണ് മാറുക? അത് ഈശ്വരന്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അജ്ഞത മാറുകയുള്ളൂ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അജ്ഞത കാരണത്താലാണ് ഈശ്വരനെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, ഈശ്വരനുമായി ബന്ധമുണ്ടാക്കാൻ സാധിക്കാത്തത്. ഈ അജ്ഞത മാറാൻ എപ്പോഴേ സാധിക്കൂ? ഈശ്വരനുമായൊരു ബന്ധം ഉണ്ടാകുമ്പോൾ. ഈശ്വരനെ നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ തിരിച്ചറിയണം. ഈശ്വരൻ എന്താണോ, എങ്ങനെയാണോ, അതിനെ അങ്ങനെ തന്നെ തിരിച്ചറിയണം. നമ്മൾക്ക് സ്വീകാര്യമായ രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ വിശ്വസിച്ചു പോന്നതായ രീതിയിലോ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള രീതിയിലോ അല്ല. ഈശ്വരൻ ആരാണോ അതിനെ തനതായ ആ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആരാണ് ദൈവം? എന്തിനാണ് ഈ ആരാധനകൾ? ഇത് നമ്മൾ അറിയണം. ദൈവം ആരാണെന്ന് അറിവില്ലാത്തത് കാരണത്താൽ ദൈവത്തിന്റെ പേരിലാണ് അനവധി അന്ധവിശ്വാസങ്ങൾ നിലവിലിരിക്കുന്നത്. ദൈവം നമ്മുടെ അന്ധതയെ ഇല്ലാതെയാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അന്ധതകളെയും അകറ്റി ആന്തരികമായ വെളിച്ചം നിറച്ചു തരുന്നവനാണ് ദൈവം. തമസോമ ജ്യോതിർഗമയ. നമ്മുടെ മനസ്സിലെ ഇരുട്ടുമാറ്റി നമുക്ക് വെളിച്ചം പകർന്നു തരുന്നവനാണ് ഈശ്വരൻ, നമ്മുടെ അച്ഛൻ. പക്ഷേ ഏതൊരുവനാണോ ഈ വെളിച്ചം നിറച്ചു തരുന്നത്, ആ ആളുടെ പേരിലാണ് അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പേരിൽ അനവധി മുതലെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് കുറ്റക്കാരൻ ആരാണ്? ഈ മുതലെടുപ്പുകൾ നടത്തുന്നവരല്ല, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ജീവിക്കുന്നവരാണ് ഇതിന് കാരണക്കാർ. മുതലെടുക്കുന്നവരല്ല ഇതിന് കാരണക്കാർ, ആ മുതലെടുപ്പിന് വിധേയരാകുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ അവരിൽ അജ്ഞതയുള്ളത് കാരണത്താലാണ് ഈ മുതലെടുപ്പ് സാധ്യമാകുന്നത്. ഈശ്വരന്റെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ സമാപ്തമാകണമെങ്കിൽ ഈശ്വരനെ എല്ലാവരും യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഈശ്വരന്റെ പേരിൽ നടക്കുന്ന ഒരു അന്ധവിശ്വാസം, ദൈവകോപം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ദൈവകോപം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. എന്തൊരു അതിശയ നോക്കണേ. ദൈവകോപം, ഈ രണ്ട് പദങ്ങളും തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല. ദൈവവും കോപവും തമ്മിൽ ചേരാൻ പാടില്ല. കോപം ആസുരീയമായ ഒരു തിന്മയാണ്. സകല പരിശുദ്ധികളുടെയും ഇരിപ്പിടമായ ദൈവവുമായി ചേർത്ത് വായിക്കാൻ പാടാത്ത ഒരു പദമാണത്. ആ പദം ചൊല്ലുന്നത് പോലും മഹാപാപമാണ്. ദൈവകോപം.
കോപമില്ലാത്ത ഒന്നാണ് ദൈവം. നിങ്ങൾക്ക് ദൈവകോപം ഉണ്ടായിരിക്കുക, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ദൈവത്തെ പേടിക്കുക. ബാക്കിയുള്ളതിനൊക്കെ കുറച്ചെങ്കിലും പേടിക്കണം എന്നുണ്ടായിരിക്കും, പക്ഷെ ദൈവത്തെ ഒരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ പേടി മാറ്റാനാണ് ദൈവം, ഈശ്വരൻ. നമ്മളെ പേടിപ്പിക്കുന്ന ആളല്ല. അപ്പോൾ ഈ ദൈവകോപം എന്നൊന്നും ഇല്ല, അതിലൊന്നും കുടുങ്ങരുത് കേട്ടോ. ദൈവം കോപിച്ചിരിക്കുകയാണ്. ദൈവം കോപിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം കോപിച്ചതുകൊണ്ടല്ല, നമ്മൾ കോപിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ തന്നെ ഓരോ സമയത്തുണ്ടായ മോശമായ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ചർച്ച ചെയ്തല്ലേ ഉള്ളൂ. ഈശ്വരന്റെ പേരിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. എങ്ങനെ നമ്മൾ ഇതിനെ സമ്മതിക്കാതിരിക്കും? നമ്മൾ ജ്ഞാനമാർജിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസങ്ങളൊന്നും വിലപ്പോകില്ല. അപ്പോൾ നമ്മൾ ഈശ്വരനെ കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈശ്വരൻ ആരാണ്, എന്താണ്, ഈശ്വരന്റെ രൂപം എന്താണ്, ഈശ്വരൻ എവിടെ ഇരിക്കുന്നു, ഈശ്വരന്റെ കർത്തവ്യം എന്താണ്, ഇതൊക്കെ തിരിച്ചറിയലാണ് ഈശ്വരനെ തിരിച്ചറിയൽ. ആദ്യം ഈശ്വരന്റെ പേരെന്താണ്? ഈശ്വരന് പല പേരുകളുമുണ്ട്. ഏത് വേണമെങ്കിൽ നമ്മൾക്ക് സ്വീകരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. ഏത് പേരും സ്വീകാര്യമാണ്. കാരണം ഈശ്വരനെ കുറിച്ച് ഒരിക്കലും മോശമായ പേരുകളൊന്നും നിലവിലില്ല. ഒക്കെ നല്ല പേരുകളാണ്. അതൊക്കെ ഈശ്വരന് യോജിക്കും. ഒന്നുകിൽ കർത്തവ്യ വാചകങ്ങൾ, അല്ലെങ്കിൽ മഹിമകൾ. ഇതൊക്കെയാണ് ഈശ്വരന്റെ പേരുകൾ എന്ന് പറയുന്നത്. ഇത് ഏതായാലും കുഴപ്പമില്ല, ആള് ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ പേരുകളുടെ എല്ലാം ഉടമസ്ഥൻ ഒരാളാണ് എന്നുള്ളത് അറിയണം. ഇതാണ് ഏറ്റവും പ്രധാനം. ഏകനാണ് ദൈവം, ഒരാളാണ്. അതിനാണ് പല പേരുകളുള്ളത്. ഇപ്പൊ നോക്കൂ, വെള്ളത്തിന് നമ്മളിവിടെ വെള്ളം എന്ന് പറയും, ജലം എന്നും പറയും. നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ അതേ സാധനത്തിന് തണ്ണി എന്ന് പറയും. നമ്മൾ ഉത്തർപ്രദേശിൽ പോയാൽ അതിന് പറയുന്ന പേര് പാനി എന്നാണ്. നമ്മൾ ബ്രിട്ടനിൽ പോയാൽ അതിന് പറയുന്ന പേര് വാട്ടർ എന്നാണ്. സാധനം മാറുന്നുണ്ടോ? ദാഹം മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണല്ലോ എല്ലായിടത്തും, പേരുകളല്ലേ മാറുന്നുള്ളൂ. ഇതുപോലെ ഈശ്വരന്റെ പേരുകൾ പലയിടത്തും മാറി മാറി കാണപ്പെടും. ഈശ്വരൻ, ദൈവം, അല്ലാഹു, യഹോവ, ശിവൻ, ഗോഡ്, ഗുധ, പരമാത്മാവ് എന്നിങ്ങനെ പേരുകൾ മാറ്റി മാറ്റി നമ്മൾ വിളിക്കുന്നു. ആള് ഒന്നേയുള്ളൂ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരേ ഒരു ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവമില്ല. ഏകവചനത്തിലുള്ള ഒരേ ഒരു വാക്കാണത് ദൈവം. ദൈവങ്ങൾ എന്ന് പറയാൻ പാടില്ല. ഒന്നിലധികമില്ല. അത് ഒറ്റൊന്നേ ഉള്ളൂ, ഒന്നേ ആവശ്യമുള്ളൂ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ രണ്ടെണ്ണമെങ്കിലും ഉണ്ടായാൽ ആകെ പ്രശ്നത്തിലാവും. രണ്ട് ദൈവം ഉണ്ടായാലേ, കൂടുതലൊന്നും വേണ്ട, ഒന്നിൽ കൂടുതൽ രണ്ടെണ്ണം ഉണ്ടായാൽ മതി, ആകെ പ്രശ്നങ്ങളാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീട്ടിലുള്ള ഒരാൾക്ക് അദ്ദേഹം ഒരു ദൈവത്തിന്റെ ആരാധകനാണ്. അദ്ദേഹം മുറ്റത്ത് നെല്ലൊക്കെ ഉണക്കാട്ടിട്ട് ദൈവമേ നല്ല വെയിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പുറത്ത് വീട്ടിലെ ആള് അതേ സമയത്ത് അദ്ദേഹം കുറെ ചെടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ദൈവത്തോട് ഭഗവാനെ ഒന്ന് മഴ പെയ്യണേ. ഇതിലെ ഏതു ദൈവം ഏത് കാര്യം സാധിപ്പിക്കും? അവിടെ ആ അപ്പുറത്തെ വീട്ടിൽ മഴ, ഇപ്പുറത്തെ വീട്ടിൽ വെയിലും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അനവധി ദൈവങ്ങളും അനവധി വിശ്വാസങ്ങളും ഒന്നുമില്ല. ഒരു ദൈവമേ ഉള്ളൂ. എല്ലാം അതിലേക്കാണ് ചെന്നെത്തുന്നത്. ആകാശത്തിൽ നിന്നും മഴയായി പെയ്യുന്ന ജലം എങ്ങനെ പുഴകളിലൂടെ സാഗരത്തിൽ തന്നെ ചെന്നെത്തുന്നുവോ, അതുപോലെ നമ്മൾ ചെയ്യുന്ന സമസ്ത ആരാധനകളും അവസാനം ഒരേയൊരു പരമാത്മാവിലേക്ക് ചെന്നെത്തുന്നു. മാർഗങ്ങൾ പലരും പലത് അവലംബിച്ചിട്ടുണ്ടെങ്കിലും അവസാനം എത്തിച്ചേരുന്നത് ഒരു പരമാത്മാവിലേക്കാണ്. ആ ഒരു ദൈവം ആരാണ്? അതിന്റെ രൂപം എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദൈവം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരാളെ ഉള്ളൂ ദൈവം എന്നുള്ളത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. ഇനി ഈ ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരിക്കുന്നു? ഇവിടെ നമ്മൾ എവിടെ തേടും ഈശ്വരനെ? എവിടെ തേടിയാൽ കണ്ടെത്താൻ സാധിക്കും?
ഈ ഭൂമിയിൽ എവിടെ തേടിയാലും കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഈശ്വരൻ ഇരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയിലല്ല, പ്രപഞ്ചത്തിലല്ല, പ്രപഞ്ചത്തിനുപരിയിലാണ്. എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷെ എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എന്റെ തലയുടെ മുകളിൽ സൂര്യനുണ്ട്. ഇതേ സമയത്ത് കോട്ടയത്തൊരാൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിനും തോന്നും തന്റെ തലയുടെ മേലെ സൂര്യനുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ ഒരാൾ നിൽക്കുകയാണ്. അയാൾക്കും തോന്നുകയാണ് തന്റെ തലയുടെ മുകളിലാണ് സൂര്യൻ. ഇതെവിടെ നിൽക്കുന്ന ആൾക്കും തന്റെ തലയുടെ മുകളിൽ സൂര്യനുള്ളതായി തോന്നുന്നു. എന്നാൽ സൂര്യൻ ആരുടെയും തലയുടെ മുകളിലില്ല. ഈ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരേ സമയത്ത് തന്റെ തലയുടെ മുകളിലാണ് എന്ന അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ദൂരെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും സമീപസ്ഥനായി മാറുന്നു. ഇതേ വിദ്യ ഈശ്വരനും പ്രയോഗിച്ചിരിക്കുകയാണ്. ഈശ്വരൻ ഇരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയിലല്ല, പ്രപഞ്ചത്തിലല്ല, പ്രപഞ്ചത്തിനുപരിയിലാണ്. എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷെ എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എന്റെ തലയുടെ മുകളിൽ സൂര്യനുണ്ട്. ഇതേ സമയത്ത് കോട്ടയത്തൊരാൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിനും തോന്നും തന്റെ തലയുടെ മേലെ സൂര്യനുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ ഒരാൾ നിൽക്കുകയാണ്. അയാൾക്കും തോന്നുകയാണ് തന്റെ തലയുടെ മുകളിലാണ് സൂര്യൻ. ഇതെവിടെ നിൽക്കുന്ന ആൾക്കും തന്റെ തലയുടെ മുകളിൽ സൂര്യനുള്ളതായി തോന്നുന്നു. എന്നാൽ സൂര്യൻ ആരുടെയും തലയുടെ മുകളിലില്ല. ഈ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരേ സമയത്ത് തന്റെ തലയുടെ മുകളിലാണ് എന്ന അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ദൂരെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും സമീപസ്ഥനായി മാറുന്നു. ഇതേ വിദ്യ ഈശ്വരനും പ്രയോഗിച്ചിരിക്കുകയാണ്. ഈശ്വരൻ നമുക്കെല്ലാവർക്കും സമീപസ്ഥനായി മാറുവാൻ വേണ്ടി വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം പരംധാമം, ആത്മലോകം, ബ്രഹ്മം എന്നെല്ലാം അറിയപ്പെടുന്ന ആറാം തത്വമാണ്. അത് ഈ പ്രപഞ്ചത്തിനെല്ലാം ഉപരി ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉച്ചിയിൽ ബ്രഹ്മലോകം എന്ന ഒരു അരുണവർണ്ണ ശോഭയാൽ തിളങ്ങുന്ന ഒരു പ്രകാശലോകമാണ്. സ്വർണ്ണ ചുവപ്പുള്ള ഒരു ലോകം. ആകൃതികളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത വിശാലമായ അനന്തമായ ബ്രഹ്മം. അറ്റം കണ്ടെത്താൻ പറ്റാത്ത അത്രയും വിശാലമാണ്, ശാന്തമാണ്, യാതൊരു ശല്യവുമില്ല. അവിടെ ചുവന്ന പ്രകാശം മാത്രം. അവിടെയാണ് പരമാത്മാവ് ഈശ്വരൻ ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഓരോ ആത്മാക്കളും ഇരുന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ ഈ ഭൂമിയിലെ പറഞ്ഞില്ലേ ഒരു ഉല്ലാസ താഴ്വരയിലേക്ക് നമ്മൾ വന്നതാണ്. നമ്മൾ തിരിച്ചു പോകാനിരിക്കുന്നതും അവിടേക്കാണ്. അത് നമ്മുടെ യഥാർത്ഥ വീടാണ്. സൂര്യചന്ദ്രന്മാരുടെ ഒന്നും പ്രകാശം ചെന്നെത്താത്ത സ്വയം പ്രകാശിതമായ ആ ലോകത്തിലാണ് പരമപ്രകാശിതനായ ഭഗവാൻ വസിക്കുന്നത്. പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു ഈശ്വര വചനം കാണിക്കലുണ്ട്. ഞാൻ എന്റെ തന്നെ രൂപത്തിലാണ് നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നിന്റെ രൂപത്തിൽ തന്നെയാണ് ഞാനും സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈശ്വരൻ പറയുന്നതായി കാണിക്കലുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ രൂപത്തിലാണ് ഈശ്വരൻ എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്ന രൂപങ്ങൾ മിക്കതും മനുഷ്യരൂപത്തിലായത്. മനുഷ്യന്റെ പോലെ ഒരു രൂപം ഈശ്വരനും ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അതൊരു തെറ്റിദ്ധാരണയാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചതെന്നറിയോ? നിന്റെ അതേ രൂപമാണ് എന്റെയും രൂപം എന്ന് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം വാസ്തവം തന്നെ. പക്ഷേ ആദ്യം നമ്മൾക്ക് നമ്മളുടെ രൂപം എന്താണെന്ന് അറിയണ്ടേ? നമ്മളുടെ രൂപം എന്താ? നമ്മുടെ ശരീരത്തിന്റെ രൂപത്തിന്റെ കാര്യമല്ല ഈശ്വരൻ പറഞ്ഞത്. നമ്മുടെ രൂപം. നമ്മൾ ആരാ? ആത്മാക്കളാണ്. ആത്മാക്കളായ നമ്മളുടെ രൂപം എന്താ? പ്രകാശസ്വരൂപം. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഈശ്വരൻ ഉദ്ദേശിച്ചിരിക്കുന്നതും അതുതന്നെയാണ്.
പ്രകാശസ്വരൂപരായ നിങ്ങളാത്മാക്കളുടെ അതേ രൂപത്തിലാണ് ഞാനും സ്ഥിതി ചെയ്യുന്നത്. എന്റെ മൂലരൂപം പ്രകാശം തന്നെയാണ്. അപ്പോൾ ഈശ്വരനെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണേണ്ടത്? പ്രകാശരൂപത്തിൽ. ഈശ്വരനെ പ്രകാശരൂപത്തിൽ നമ്മൾ ദർശിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവ് എങ്ങനെ അദൃശ്യമാണോ അതുപോലെ പരമാത്മാവും ഒരദൃശ്യമായ പ്രകാശമാണ്. വസിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മലോകത്തിൽ. ഇവിടെയൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ എത്ര തെരഞ്ഞാലും കിട്ടില്ല. നമ്മളിവിടെ എത്ര വിളിച്ചാലും കേൾക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത ഈശ്വരനെ കുറിച്ചുണ്ടായാൽ അതവിടെ അറിയും. ആ പരമ മനസ്സ് അത് തിരിച്ചറിയും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്പന്ദനങ്ങൾ ഈശ്വരൻ അറിയുന്നു. ഈശ്വരൻ നമ്മളെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്പന്ദനങ്ങളിലൂടെയാണ്. നമ്മുടെ ആത്മാവിലെ സ്പന്ദനങ്ങൾ അളന്നുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ പരിപാലിക്കുന്നത്. ആമ മുട്ടയിട്ട് വിരിയിക്കുന്നത് കണ്ടിട്ടില്ലേ? ആമ മുട്ടയിടുന്നത് കരയിലാണ്, പക്ഷെ ആമ ജീവിക്കുന്നത് വെള്ളത്തിലായിരിക്കും. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആമ ഈ മുട്ടയെ ധ്യാനിച്ചുകൊണ്ട് കഴിയും. തന്റെ സങ്കല്പങ്ങൾ ആ മുട്ടയിലേക്ക് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ആമ വെള്ളത്തിൽ കഴിയുമെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ വിരിയിപ്പിച്ചെടുക്കുന്നത്. സങ്കല്പ തരംഗങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. മത്സ്യം കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് പരിപാലിക്കുന്നത്. വെറുതെ നോക്കുകയുള്ളൂ, ഒന്നും ചെയ്തു കൊടുക്കില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മത്സ്യം. അതിനെങ്ങനെ നോക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെയും നോക്കുന്നു, അത്രമാത്രം സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ജീവവർഗങ്ങളിൽ പോലും തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഇങ്ങനെയുള്ള വിദ്യകളുണ്ട് അവർക്ക്. ഈശ്വരനോ? ഈശ്വരൻ നമ്മളെ എങ്ങനെ പരിപാലിക്കുന്നു? സങ്കല്പ തരംഗങ്ങളിലൂടെ. നമ്മുടെ ഉള്ളിൽ ഈശ്വരന്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഈശ്വരൻ നമ്മളെ തിരിച്ചറിയുന്നു. എത്ര ദൂരെ ഇരിക്കുകയാണെങ്കിലും ഈശ്വരന് മനസ്സിലാകും, തന്നെ ആരോ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈശ്വരന്റെ കണ്ണിൽപ്പെടും. നമ്മുടെ മനസ്സിനകത്ത് ഈശ്വരന്റെ ചിന്തയുണ്ടാകുമ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഭൗതിക രീതിയിൽ എന്തു ചെയ്താലും ഈശ്വരന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുകയില്ല. നമ്മുടെ അന്തരംഗങ്ങളിൽ ഈശ്വര സ്മരണകൾ ജ്വലിക്കുമ്പോൾ ഈശ്വരൻ അവിടെ അതറിയുന്നു. ഇത് തന്നെയാണ് യോഗം, രാജയോഗം. ആത്മാവിന്റെ സ്പന്ദനങ്ങൾ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് രാജയോഗത്തിൽ നമ്മൾ ചെയ്യുന്നത്. പരമപുരുഷനായ പരമാത്മാവിന്റെ പ്രകാശവും ആത്മാവിന്റെ പ്രകാശവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നു. എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ? സങ്കല്പ തരംഗങ്ങളിലൂടെ. ശരീരത്തെ മറന്ന് ഞാനൊരാത്മാവാണെന്നുള്ള ബോധത്തിൽ ഞാൻ എന്റെ പിതാവായ പരമാത്മാവിനെ, പരമജ്യോതിസ്വരൂപനായ പരമാത്മാവിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ എന്റെ സങ്കല്പ തരംഗങ്ങൾ ഈശ്വരൻ ക്യാച്ച് ചെയ്യുകയും നമ്മുടെ ആ സങ്കല്പ തരംഗങ്ങളിലൂടെ നമ്മളെ റീചാർജ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾക്ക് ചാർജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്, ആത്മാവിലെ എനർജി കുറയുന്ന സമയത്ത് അതിലേക്ക് എനർജി തിരിച്ച് നിറച്ചു തരുന്നു ഈശ്വരൻ. അതിനാണ് നമ്മൾ ഈ ധ്യാനം അഭ്യസിക്കുന്നത്. ചാർജ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മളുടെ പ്രവർത്തനക്ഷമത കുറയും. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് കുറഞ്ഞാൽ അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കണ്ടിട്ടില്ലേ? അതിടയ്ക്ക് ഇങ്ങനെ ബീപ്പ് ബീപ്പ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. അതിടയ്ക്ക് ഓഫാവും, പിന്നെയും ഓണാവും. ഇതുപോലെയാണ് നമ്മളുടെയും കാര്യം. നമ്മുടെ ചാർജ് കുറഞ്ഞാൽ നമ്മളും ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും, നമ്മൾ ബഹളക്കാരാകും. പിന്നെ നമ്മുടെ ചാർജ് കുറഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. പറയില്ലേ, ഞാനാകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ചാർജ് ഇല്ല. അപ്പോൾ എങ്ങനെ നമ്മൾ റീചാർജ് ചെയ്യും? നമ്മളെ ആത്മാവിനെ എങ്ങനെ റീചാർജ് ചെയ്യും? ആത്മാവിന് എന്നേക്കും ഊർജസ്രോതസ് ലഭിക്കാനുള്ള ഒരേ ഒരു പ്രഭവ കേന്ദ്രം പരമാത്മാവാണ്. ആത്മാവിന്റെ നാഥൻ, നമ്മൾ ഓരോരുത്തരുടെയും നാഥനാണ് പരമാത്മാവ്. പരമാത്മാവിൽ നിന്നാണ് ആത്മാവിലേക്ക് എനർജി നിറയുന്നത്. എപ്പോൾ ഒരാത്മാവ് പരമാത്മാവിനെ തന്റെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അപ്പോൾ പരമാത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് എനർജി ഒഴുകുന്നു. ഇതാണ് ധ്യാനം എന്ന പ്രക്രിയയിൽ സംഭവിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഈശ്വരനിൽ നിന്നും നമ്മളിലേക്ക് ഇത് ഒഴുകുന്നത്? ഈശ്വരൻ സദാ നിറഞ്ഞിരിക്കുകയാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ഭണ്ഡാരമാണ് ഈശ്വരൻ. സദാ സർവതിൻ്റെയും സാഗര സമാനം സച്ചിദാനന്ദ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിന് സാഗരസമാന ഗുണങ്ങളാൽ സമ്പന്നമായതുകൊണ്ട് പരമാത്മാവ് സദാ സർവർക്കും സകലതും നൽകിക്കൊണ്ടിരിക്കുന്നു. സർവശക്തികളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും പരമാത്മാവ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കത് കിട്ടുന്നുണ്ടോ? അത് വേറെ വിഷയം. നമ്മുടെ ചിന്തകൾ പരമാത്മാവിലേക്ക് ട്യൂൺ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മൾക്കത് കിട്ടുകയുള്ളൂ. ഇതൊരാകാശവാണി നിലയം പോലെയാണ്. ആകാശവാണി നിലയത്തിൽ നിന്നും സദാ അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ റേഡിയോ നമ്മൾ ഓൺ ചെയ്താൽ മാത്രമേ ആ പരിപാടി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഈശ്വരന്റെ കർത്തവ്യം സദാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യേണ്ടതായിരിക്കുന്നു. നമ്മുടെ മനസ്സാകുന്ന റേഡിയോ ഈശ്വരനാകുന്ന സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണം. കൃത്യമായ പോയിന്റിലേക്ക് ട്യൂൺ ചെയ്യണം. എവിടേക്കെങ്കിലും ട്യൂൺ ചെയ്താൽ പോരാ, അത് ഈശ്വരനിലേക്ക് തന്നെ ആയിരിക്കണം. നമ്മൾ ട്യൂൺ ചെയ്യുന്നത് ഈശ്വരൻ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഈശ്വരനിലേക്ക് മനസ്സ് യോജിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ കാണപ്പെടും. പ്രഥമമായ കാര്യം അതാണ്. ആ വ്യക്തിയുടെ ജീവിതം ആകെ മാറിമറിയും. തിന്മയിൽ നിന്നും നന്മയിലേക്ക് പരിവർത്തനപ്പെടും ജീവിതം. ആത്മാവിൽ സപ്തഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. ഈ സപ്തഗുണങ്ങൾ അനവധി ജന്മങ്ങളിലൂടെ അനവധി കർമ്മങ്ങളുടെ പ്രഭാവങ്ങളിൽപ്പെട്ട് സപ്തഗുണങ്ങളുടെ ചാർജാണ് കുറയുന്നത്. സപ്തഗുണങ്ങളുടെ എനർജി കുറയുന്ന സമയത്താണ് ജീവിതം ഗുണങ്ങളില്ലാതെ ശോഭ കുറഞ്ഞതായി കാണപ്പെടുന്നത്. അപ്പോൾ ഈശ്വരൻ റീചാർജ് ചെയ്യുന്നതും ഈ ഗുണങ്ങളെ തന്നെയാണ്. സർവഗുണങ്ങളെയും ഈശ്വരൻ നമ്മളിലേക്ക് വീണ്ടും നിറച്ചു തന്ന് നമ്മളെ വീണ്ടും ഊർജ്ജസ്വലരാക്കി മാറ്റുന്നു. പക്ഷേ ഇവിടെ നമ്മുടേതായ ഭാഗം നമ്മൾ ആദ്യം ശരിയാക്കേണ്ടിയിരിക്കുന്നു. ഏകനും നിരാകാരനും പരമജ്യോതിസ്സുമായ പരമാത്മാവിനെ നമ്മൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ അല്പസമയം കണ്ടെത്തി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. യോഗം യോജിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയോഗം ഈശ്വരനിലേക്ക് യോജിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏകനായ ഈശ്വരനിലേക്ക്. അതാരിലേക്കാണ് എന്ന് കൺഫ്യൂഷൻ ആകണ്ട. അങ്ങനെ സെലക്ട് ചെയ്യാൻ കുറെ എണ്ണം ഇല്ല. ഈശ്വരൻ ആരിലേക്ക് എന്നൊരു ചോദ്യമേ ഇല്ല. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. അതൊരു പരമമായ പ്രകാശമാണ്. എല്ലാ മതങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ സിദ്ധാന്തങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഏറ്റവും കൂടുതൽ ബഹുദൈവ ആരാധന നടക്കുന്ന ഭാരതം ഏറ്റവും ആദ്യം ഏകദൈവ ആരാധന ചെയ്ത ഒരു രാജ്യം കൂടിയാണ്. വേദങ്ങളിൽ ഉദ്ഘോഷിക്കുന്നു, ഏകം സത്ത് വിപ്രാ ബഹുദാ വദന്തി. സത്യം ഒന്നേയുള്ളൂ. ഈ പണ്ഡിതന്മാർ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് മാത്രം. ദ്യാവ്യ പൃഥ്വി ജനയൻ ദേവ ഏകഹ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് ഒരാളാണ്. ഇതെല്ലാം വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദൈവം പ്രകാശമാണ് എന്നു ക്രിസ്തുമതവും അംഗീകരിക്കുന്നു. ഗോഡ് ഈസ് ലൈറ്റ്, പ്രകാശമേ നയിച്ചാലും എന്ന് പറഞ്ഞു ദൈവപുത്രനായ ക്രിസ്തു വഴി കാണിച്ചിട്ടുണ്ട്. അനൂർ ഇലാഹി എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയും അള്ളാഹു പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കാരുണ്യ പ്രകാശമാണ്. അനൂർ ഇലാഹി, ദൈവം പ്രകാശമാണ്. സർവമതസ്ഥരും മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഏകദൈവത്തെ, പ്രകാശസ്വരൂപനായ പരമാത്മാവിനെ കുറിച്ചാണ്. പക്ഷേ ഈ പ്രകാശം സൂക്ഷ്മവുമാണ്. ആത്മാവിനെ പോലെ സൂക്ഷ്മമാണ്. അതിനെ വളരെ സ്പഷ്ടീകരിക്കുന്ന ഒരു ശ്ലോകം നമുക്കിവിടെ നോക്കാം. ഗീതയിൽ പറയുന്നതാണ് ഈശ്വരനെ കുറിച്ച്. കവിം പുരാണ മനുശാസിതാര അണോരുണീയാം സമനുസ്മരേദ്യ സർവസ്യദാധാരമചിന്യരൂപം ആദിത്യവർണം തമസ പരസ്താത്. ഇത് ഈശ്വരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന്
വ്യക്തമായ ഉത്തരം നൽകുന്ന ഒരു ശ്ലോകമാണ്. കവിം പുരാണ മനുശാസിതാര. ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ഓരോരോന്നായിട്ട് പറയാം. ഈശ്വരനെ കുറിച്ച് ഇതിൽ പറയുന്നത് ഏറ്റവും പ്രഥമമായിട്ട് ഈശ്വരൻ സർവജ്ഞനാകുന്നു. കവിം എന്ന ശബ്ദം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സർവജ്ഞൻ, സർവ്വതും അറിയുന്നവൻ. എല്ലാം ഈശ്വരൻ അറിയുന്നു. ഈശ്വരനെയാണെങ്കിൽ ആരും അറിയുന്നില്ല. എന്തൊരു വിരോധാഭാസല്ലേ. എല്ലാം ഈശ്വരൻ അറിയുന്നു, ഈശ്വരനെ ആരും ശരിക്കും അറിയുന്നില്ല. മറ്റൊരു ശ്ലോകത്തില് ഗീതയിൽ തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട്. നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയ അഹമാതിർഹി ദേവാന മഹർഷീണാം ച സർവശഃ. ആരും അഹങ്കരിക്കണ്ട, എനിക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട്. കാരണം എന്നെ ആർക്കും ശരിക്കും അറിയില്ല എന്ന് ഈശ്വരൻ ആ ശ്ലോകത്തിൽ പറയാണ്. എന്റെ ഉൽപ്പത്തി, വിഭൂതി, എന്റെ നിലനിൽപ്പ് ഇവയെക്കുറിച്ച് ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഒന്നും തന്നെ അറിയില്ല. അവരുടെയും ഉൽപ്പത്തിക്ക് കാരണഭൂതനാകുന്നു ഞാൻ എന്ന്. ചിലരോടൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയാം, ഓ എനിക്കൊക്കെ ഇതെല്ലാം അറിയാം എന്ന് പറയും. അവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഒന്നും അറിയില്ല. ഈശ്വരനെ കുറിച്ച് പറയുന്നത് ഇതാണ്. ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവൻ. ഈശ്വരൻ ആദിപുരുഷനാണ്, എല്ലാത്തിനും മുൻപ് ഉള്ളവനാണ് ഈശ്വരൻ. ആദിപുരുഷൻ, ഏറ്റവും ആദ്യത്തെ ആത്മാവ് എന്ന് വെച്ചാൽ പ്രഥമസ്ഥാനീയനായ ആത്മാവാണ് പരമാത്മാവ്. അത് ആത്മാവ് തന്നെയാണ്, അതുകൊണ്ട് ജ്യോതിയാണ്, അതിസൂക്ഷ്മ ജ്യോതി തന്നെയാണ്. പക്ഷെ പ്രഥമസ്ഥാനീയൻ, അതാണ് ആദിപുരുഷൻ. സർവനിയന്താവാണ് ഈശ്വരൻ. അടുത്ത മഹിമേതാണ്, സർവനിയന്താവാണ് ഈശ്വരൻ. എല്ലാത്തിൻ്റെയും നിയന്താവാണ് എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. ഈശ്വരൻ അതിന് അധ്യക്ഷനാണ്. ഇനി അണുവിനേക്കാൾ ചെറിയ രൂപമാണ് ഈശ്വരന്റേത്. അണോരണീയാം സമനുസ്മരേദ്യ. അണുവിനേക്കാൾ ചെറിയ രൂപത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. അചിന്ത്യ രൂപമാണ്. നമ്മളൊന്നും ചിന്തിക്കുന്ന രൂപത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്. അചിന്ത്യ രൂപം എന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വാഭാവിക ബുദ്ധിയിൽ ചിന്തിക്കുന്ന രൂപത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത്. അത് അദൃശ്യ ജ്യോതി സ്വരൂപത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അചിന്ത്യ രൂപ എന്നിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് ഭൗതിക പ്രകൃതിയിൽ നിന്ന് അതീതനായിട്ടാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ഭൗതിക പ്രകൃതിയിലുള്ള ഒന്നുമായി ഈശ്വരനെ നമുക്ക് ഉപമിക്കാൻ പറ്റില്ല. ഇതുമായി ഒരു തരത്തിലുള്ള സാമ്യവുമില്ല ഇവിടെയുള്ള ഒന്നിനോടും. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒന്നുമായും ഈശ്വരനെ നമുക്ക് ഉപമിക്കാൻ സാധ്യമല്ല. ആദിത്യ തേജസ്സുള്ളവനാണ്. അടുത്തത് അതാ പറയുന്നത്, ആദിത്യവർണം തമസഃ പരസ്താത്. സൂര്യന്റെ തേജസ്സുള്ളവൻ ആദിത്യന്റെ തേജസ്സാണ് എന്ന് വെച്ചാൽ വളരെ ശോഭയുള്ളവൻ എന്നർത്ഥം. സൂര്യനെ പോലെ തേജസ്സുള്ളവനാണ്, ജ്ഞാനസൂര്യനാണ്, അറിവിന്റെ സൂര്യനാണ്. എങ്ങനെ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു, രോഗങ്ങളെ പോലും ഇല്ലാതെയാക്കുന്നു, ഇതുപോലെ ഈശ്വരന്റെ ജ്ഞാനപ്രകാശം ആത്മാവിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ആത്മാവിലെ പഞ്ചവികാരങ്ങളാകുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് ഈശ്വരനെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈശ്വരൻ അണുവിനേക്കാൾ അണുവായ ജ്യോതിയാണ്. പരമധാമത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. ഇപ്പോഴിത് നമുക്ക് വ്യക്തമായല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈശ്വരനോടുള്ള നമ്മുടെ ആരാധന എന്നാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഈശ്വരനോടുള്ള യോഗമാണ്, ഈശ്വരനെ ധ്യാനിക്കുന്നതാണ് ഈശ്വരനോടുള്ള പ്രധാനപ്പെട്ട ആരാധന. ഇനി ഈശ്വരനോട് നമ്മൾ മറ്റൊരു തരത്തിൽ കൂടി ആരാധന ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈശ്വരനെ അനുസരിക്കുക, ഇതാണ് ആരാധന. ഈശ്വരന്റെ അഭിപ്രായപ്രകാരം നടക്കുക, ഈശ്വരഹിതമറിഞ്ഞു ജീവിക്കുക, ഇതാണ് ആരാധന. അല്ലാതെ ദൈവത്തിനോട് നമ്മൾ എന്നും ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തെ വിളിച്ച് കരയുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതിലൂടെയൊന്നും നമ്മുടെ ആരാധന പൂർണ്ണമാകില്ല. ആരാധന പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അനുകരിക്കാൻ ശ്രമിക്കണം, അനുസരിക്കാൻ ശ്രമിക്കണം.
ദൈവത്തിന്റെ മാർഗം അനുകരിക്കുക, ദൈവത്തിന്റെ മാർഗം അനുസരിക്കുക. ആ പരമപിതാവിന്റെ സന്താനങ്ങളായ നമ്മൾ ആ പരമപിതാവിനെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ജീവിച്ചു കാണിക്കുക. അല്ലാതെ നാവുകൊണ്ട് പാടി നടക്കുകയല്ല ഇവിടെ ആവശ്യം. നമ്മൾ ആ പരമാത്മാവിന്റെ പ്രകീർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈശ്വരൻ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതുതന്നെയാണ്. ആരീശ്വരന്റെ മുന്നിൽ തന്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നുവോ അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠകരമായൊരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത് കാണിക്കും. ഇതാണ് ഈശ്വരൻ ചെയ്യുന്ന ഇന്ദ്രജാലം. ഈശ്വരൻ വേറെ മായാജാലങ്ങളൊന്നും ചെയ്യില്ല. ഈശ്വരൻ അത്ഭുതങ്ങളൊന്നും ചെയ്യില്ല. പിന്നെയും ചില മനുഷ്യര് അത്ഭുതങ്ങളൊക്കെ ചെയ്യലുണ്ട്, നിലനിൽപ്പിന്റെ കാര്യമായതുകൊണ്ട്. ഈശ്വരൻ ഒരത്ഭുതവും ചെയ്യില്ല. ഈശ്വരൻ ചെയ്യുന്ന അത്ഭുതം ഇതുമാത്രമാണ്. വളരെ ഭ്രഷ്ടമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കളെ ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുന്ന അത്ഭുതം ഈശ്വരൻ ചെയ്യുന്നു. അതെങ്ങനെ ചെയ്യുന്നു? ജ്ഞാനപ്രകാശം നൽകി അവരെ തേജസ്സുള്ളവരാക്കി മാറ്റിയാണ് ഈ അത്ഭുതം ചെയ്യുന്നത്. ഈശ്വരൻ എല്ലാവർക്കും പ്രകാശം പകർന്നു നൽകുന്നു. അറിവാണ് പ്രകാശം. ഈ അറിവ് പകർന്നു നൽകുകയാണ് ഈശ്വരൻ ചെയ്യുന്നത്. ഈശ്വരൻ എത്ര പേർക്ക് ഇത് പകർന്നു കൊടുത്താലും ഈശ്വരനിലെ അറിവിനോ ശക്തിക്കോ ഗുണങ്ങൾക്കോ കുറവ് സംഭവിക്കില്ല. അത് പൂർണ്ണതയിൽ എന്നും സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് ഈശ്വരൻ എല്ലാവർക്കും എല്ലാം നൽകിയാലും ഈശ്വരൻ അത്ര തന്നെ ഉണ്ടാവും, അതിനൊരു കുറവും സംഭവിക്കില്ല. അതുകൊണ്ടാ പറയുന്നത്, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത്തെ. പൂർണ്ണമായ ഒന്നിൽ നിന്നും നമ്മൾ പൂർണ്ണമായും എടുത്താലും ആ പൂർണ്ണമായത് പൂർണ്ണമായി തന്നെ സ്ഥിതി ചെയ്യും, അതിന് കുറവുണ്ടാവില്ല. ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യത്തെ വിളക്കിലെ തിരിനാളത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. ഇതുപോലെ ഈശ്വരന്റെ ജ്യോതി എല്ലാ ആത്മാക്കളെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിയായിട്ടും ആ ജ്യോതിക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. നമ്മുടെ സമസ്ത അഴുക്കുകളെയും ഏറ്റുവാങ്ങി നമുക്ക് പകരം തേജസ് തരുമ്പോഴും ഈശ്വരനിൽ അഴുക്ക് പിടിക്കുന്നില്ല. ഈശ്വരൻ പരമപവിത്രനാണ്, എവർ പ്യോർ. ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് പവിത്രമാകും, അപവിത്രമാകും, ശുദ്ധമാകും, അശുദ്ധമാകും. സത്വം, രജസ്, തമസ് തുടങ്ങിയ ഗുണങ്ങളിലൂടെ ആത്മാവ് സഞ്ചരിക്കും. എന്നാൽ പരമാത്മാവ് ഈ ത്രിഗുണങ്ങളിൽ കലരാത്തവനാണ്, സദാ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അപ്പോൾ നമ്മൾ ഈശ്വരനിൽ സ്മൃതികൾ യോജിപ്പിക്കുമ്പോൾ നമ്മളിലേക്കും ഈ സതോ ഗുണം പകരും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയില്ലേ? അതുപോലെ നമ്മൾ സർവശ്രേഷ്ഠനായ ഈശ്വരനിൽ നമ്മുടെ ബുദ്ധിയോഗം യോജിപ്പിക്കുമ്പോൾ നമ്മളിലേക്ക് ഈശ്വരന്റെ ഗുണങ്ങൾ പകർന്നു ലഭിക്കപ്പെടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഈ കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ചിന്തനം കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആത്മീയത അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർക്ക് പേടിയാണ് ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകും എന്നൊരു പേടിയാണ്. കുടുംബം ഉപേക്ഷിക്കണ്ട, സന്യാസം സ്വീകരിക്കേണ്ട. ഈശ്വരനെ ധ്യാനിക്കുവാൻ ആർക്കും സാധിക്കും. കർമ്മം ഭൂമിയിൽ, മനസ്സ് പരമാത്മാവിൽ. ഈ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ ആത്മീയത രണ്ടും തമ്മിലുള്ളൊരു ബാലൻസിംഗ് ആണ്. ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഒന്നുകിൽ സന്യാസം അല്ലെങ്കിൽ തോന്നിയാസം എന്ന് പറയും. ആ രീതി നമ്മൾ അവലംബിക്കരുത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലൊരു മാർഗമുണ്ട്. ധർമ്മിഷ്ഠമായ ജീവിതം, ഭൗതികതയും ആധ്യാത്മികതയും കോർത്തിണക്കിക്കൊണ്ട് ആത്മീയതയെ തന്റെ ഭൗതിക കാര്യങ്ങളുടെ ഉന്നമനത്തിനും ഭൗതികതയെ തന്റെ ആത്മീയ ഉന്നമനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കണം. ഇത് രണ്ടും ജീവിതത്തിൽ കാണപ്പെടണം. ഇത് രണ്ടിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഭൗതികതയുടെ പിറകിൽ പോയി ആത്മീയതയെ മറക്കാനും പാടില്ല. ആത്മീയതയ്ക്ക് വേണ്ടി ഭൗതിക ജീവിതത്തെ നശിപ്പിച്ചു കളയുവാനും പാടില്ല. ഇത് രണ്ടും തമ്മിലുള്ള സംയോജനം ജീവിതത്തിൽ കാണപ്പെടണം. അതാണ് ഒരു രാജയോഗി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും സർവശ്രേഷ്ഠന്മാരായി മാറുന്നതിന് ഈ രാജയോഗ വിദ്യയുടെ അഭ്യാസം നമ്മളെ സഹായിക്കുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിന് യാതൊരു തര ജാതിയോ മതമോ വർണ്ണവർഗ വ്യത്യാസമോ ബാധകമല്ല. ഒരേ ഒരു ഈശ്വരൻ, അതെല്ലാവരുടെയും ഈശ്വരൻ.
നമ്മളെല്ലാം ആത്മാക്കൾ, നമ്മൾക്കെല്ലാവർക്കും ചെയ്യേണ്ടതാണ്. ആത്മീയതയിൽ മതമില്ല, മതത്തിൽ ആത്മീയതയുണ്ട്, ആത്മീയതയിൽ മതമില്ല. അതുകൊണ്ട് ഇത് ഏത് മതസ്ഥർക്കും ഏത് തരം വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉപയോഗപ്രദമായ ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതലായ പഠനങ്ങൾ നമ്മൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, യാതൊരു ആധ്യാത്മികമായ അറിവും ഉണ്ടായിരുന്നില്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള അനവധി പേരെ ആത്മീയ സമ്പാദ്യം നിറച്ചു തന്നുകൊണ്ട് ഈ ലോകത്തിൽ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ആധ്യാത്മിക തേജസ് ഉൾക്കൊണ്ട ജീവിതമാക്കി മാറ്റിത്തന്ന ആ മഹാവിദ്യാലയത്തിനു മുന്നിൽ ഞാൻ വീണ്ടും വീണ്ടും നമിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും വഴി കാണിക്കുവാൻ ആ വിദ്യാലയത്തിന് സാധിക്കും. തുടർന്നും കൂടുതൽ കാര്യം മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഈശ്വരീയ വിദ്യാലയത്തിന്റെ ഏതൊരു ശാഖയുമായും ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത ഒരു ഭാഗത്തിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി.